രാജ്യത്ത് RSS നടത്തുന്നത് ഹിറ്റ്ലറുടെ ആശയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് അർഷഭാരത സംസ്കാരവുമായി ബന്ധമില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന പ്രമേയത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSS ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് ജൂതരെയും ബോൾഷെവിക്കുകളെയുമാണ്. അതായത് ഹിറ്റ്ലർ ജർമ്മനിയിലും RSS ഇന്ത്യയിലും ശത്രുക്കളായി കണ്ടത് ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. ഹിറ്റ്ലറെ അപലപിക്കാത്ത ഒരു കൂട്ടരേ ഉണ്ടായിരുന്നുള്ളൂ, അത് RSS ആണ്. രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യേണ്ടവരായി സംഘപരിവാർ മുസ്ലിങ്ങളെ കാണുന്നു. രാജ്യത്തിനായി പോരാടിയവർ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്. ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിനു വേണ്ടി അവർ പോരാടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓർക്കേണ്ട ഒരു കാര്യം, ഈ നിയമ ഭേദഗതി പാസാക്കിയത് 2019 ഡിസംബർ 2-ാം വാരത്തിലായിരുന്നു. ആ പാസാക്കിയ ഉടനെ തന്നെ അതിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി. ഡിസംബർ 10-ന് ജനങ്ങൾ രാജ്യത്താകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എംപിമാർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കേരളത്തിൽ നിന്ന് മഹാഭൂരിഭാഗമായിരുന്നല്ലോ അന്ന് കോൺഗ്രസ് എംപിമാർ. അവര് ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ആരെയും ഈ പറയുന്ന പ്രതിഷേധത്തിൽ കണ്ടില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയം വിദേശത്ത്, ഇവിടെ ഉണ്ടായില്ല. ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ പ്രക്ഷോഭത്തിൽ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു. നമ്മുടെ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ആ പ്രക്ഷോഭത്തിലുണ്ടായി. ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ അതിനെ തള്ളിപ്പറഞ്ഞവരാണ് RSS. RSSന് സ്വാധീനമുള്ള പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ നയങ്ങൾ നടപ്പാക്കി തുടങ്ങി. മുസ്ലിം ജനങ്ങളെ രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്രം. മുസ്ലിം നാമധാരികൾക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്ന് പറയുന്നത് രാജ്യത്തെ സാംസ്കാരികമായി തകർക്കാനാണ്. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് ഇന്ത്യയിലെ BJP സർക്കാർ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കരിനിയമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ മുൻനിരയിൽ LDF സർക്കാർ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി വാനി രാജ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിഷേധത്തോടൊപ്പം ചേർന്ന വ്യക്തിത്വമാണ്. അതുപോലെ ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള CPI MP ബിനോയ് വിശ്വം, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രധാനികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞു? എന്തേ അവര് ഒഴിഞ്ഞു നിൽക്കാൻ കാരണം? ലോക്സഭ ഒരാളേ ഉള്ളൂ ഇടതുപക്ഷത്തിൽ ആ ഘട്ടത്തിൽ, അത് ആലപ്പുഴയിലുള്ള ലോക്സഭാംഗം ആരിഫ്. പക്ഷേ ആ ഒരാളുടെ ശബ്ദം വലിയ തോതിൽ ഉയർന്നു. ആ ഒരാളെ ശബ്ദം ഉയർത്താനുണ്ടായുള്ളൂ. മറ്റുള്ളവരോ സാങ്കേതികമായി ഇതിനെതിരാണെന്ന് പറയും, പിന്നെ പോയൊരു മൂലയിൽ ഒളിക്കും. അവരുടെ ശബ്ദം പൊങ്ങിയില്ല. രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷുമെല്ലാം ആ ഘട്ടത്തിൽ രാജ്യസഭാ അംഗങ്ങളാണ്. അവരെല്ലാം ശക്തമായി തന്നെ ഈ പ്രതിഷേധ നിരയിലുണ്ടായി. പൗരത്വ ഭേദഗതി
നിയമചട്ടങ്ങൾ നിലവിൽ വന്നിട്ടും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാതെ മാധ്യമങ്ങളോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്ത് വേദനിക്കുന്ന മതന്യൂനപക്ഷങ്ങളെ കളിയാക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് ദിനേശ്, ഉമ്മർ സുല്ലമി, ഡോക്ടർ ഫസൽ ഗഫൂർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സബാ പുൽപ്പറ്റ, VP അനിൽ, KK തങ്ങൾ വിട്ടിച്ചിറ, ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ, മന്ത്രി V അബ്ദുറഹ്മാൻ, പാലോളി മുഹമ്മദ് കുട്ടി, AP അബ്ദുൽ വഹാബ്, അഹമ്മദ് തേവർകോവിൽ, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ എന്നിവർ സംസാരിച്ചു. പൊന്നാനി മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ, മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വസീഫ്, വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.